പക്ഷെ കഴിഞ്ഞ 9 വർഷം നമ്മൾ കാണുന്ന എന്താണ്? 9 വർഷക്കാലത്ത് ഇടതുപക്ഷ ഭരണകാലത്ത് 17 കസ്റ്റോഡിയൽ മരണം നടന്നു എന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ കൊടുത്തൊരു മറുപടി. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 11ഉം രണ്ടാം സർക്കാരിൻ്റെ കാലത്ത് 6ഉം കസ്റ്റോഡിയൽ ഡെത്ത് നടന്നു. നമുക്ക് ഓർമ്മയില്ലേ നെടുങ്കണ്ടത്തെ രാജ്കുമാർ? 4 ദിവസമാണ് മർദ്ദിച്ച് കൊന്നത്. വരാപ്പുഴയിലെ ശ്രീജിത്ത്, അയാളെയൊക്കെ എത്ര ഭീകരമായിട്ടാണ് പോലീസ് തല്ലിയത്. ആ പോലീസുകാരെ എല്ലാം ആരെയും പിരിച്ചുവിട്ടില്ല. അവരെ എല്ലാം 22 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. അതിൽ 13 പേരെ തിരിച്ചെടുത്തു. ഈ കേസിൽ എന്താണ് സംഭവം? ഈ കേസിൽ നടന്ന സംഭവത്തിന്, അതായത് കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ തൻ്റെ കർത്തവ്യ നിർവഹണത്തിൻ്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്ത് ഒരാളെ ശാരീരികമായി, മാനസികമായി, മനുഷ്യത്വരഹിതമായി, വ്യക്തിപരമായി ആക്രമണത്തിന് വിധേയമാക്കിയാൽ അത് തന്നെ ഒരു ഒഫൻസാണ്. 113C കേരള പോലീസ് ആക്ട്. കേരള പോലീസിനെ എന്തായിരിക്കണം എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയോ? ഈ പോലീസ് ആക്ട് പറഞ്ഞിരിക്കുന്നത് ഡ്യൂട്ടിയിലുള്ള എല്ലാ പോലീസുകാരും ഉദ്യോഗസ്ഥന്മാർ പൊതുജനങ്ങളോടുള്ള ഇടപെടലുകളിൽ മര്യാദയും ഔചിത്യവും അവസരോചിതമായ സഹാനുഭൂതിയും പ്രകടിപ്പിക്കണം, സൗമ്യവും മാന്യവുമായ ഭാഷ ഉപയോഗിക്കണം എന്നൊക്കെ എഴുതി വെച്ച നിയമമാണ്. ഈ സംഭവത്തെക്കുറിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി നടത്തി. എന്താ റിപ്പോർട്ട്? ACPയുടെ റിപ്പോർട്ടിൽ പറയുന്നു മർദ്ദനം നടന്നിട്ടുണ്ട്, മൃഗീയമായി മർദ്ദനം നടന്നെന്നാണ് ACPയുടെ റിപ്പോർട്ട്. ACPയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ഈ വിഷ്വൽസ് കണ്ടിരിക്കണം. DIG ഹരിശങ്കറിന്റെ റിപ്പോർട്ട് അത് തന്നെയാണ്, മർദ്ദനം നടന്നു എന്നാണ്. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടും 3 പോലീസുകാർക്ക് ഇൻക്രിമെന്റ് കട്ടാണ് കൊടുത്തത്, പരമാവധി ശിക്ഷ. ഒരു പോലീസുകാരൻ നിരപരാധിയാണെന്നാണ് ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി റിസൾട്ട്. അപ്പൊ ഈ ആക്രമണം നടത്തുന്ന, കൊലപാതകം നടത്തുന്ന ഭീകരന്മാരായി പോലീസുകാർ പ്രവർത്തിക്കുന്ന പോലീസുകാർക്ക് പരിരക്ഷ നൽകുന്നത് ആരാണ്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരുമാണ്. നമുക്ക് ഓർമ്മയില്ലേ നവകേരള സദസ്സിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പിണറായി വിജയനെ പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ സെക്യൂരിറ്റിക്കാരൻ തല്ലി. അവരുടെ പേരിൽ നടപടിയെടുത്തോ? അവർക്ക് പ്രേരണ നൽകിയത് ആരാണ്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അത് എന്താണ് പറഞ്ഞത്? ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. കേരളത്തിലെ ജനങ്ങളെ കാർക്കിച്ച് തുപ്പുകയാണ്. സംസ്കാരമുള്ള കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത് അത് ജീവൻ രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്ന എന്താണ്? ഒരു രാജനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ടു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് കൊടുത്ത വില എന്താണ്? മുഖ്യമന്ത്രി കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രോസിക്യൂട്ട് ചെയ്തു. കേരളത്തിന് പുറത്ത് കോയമ്പത്തൂർ കൊണ്ടുപോയി സ്പെഷ്യൽ കോടതി അവരെ പ്രോസിക്യൂട്ട് ചെയ്തു. അപ്പൊ ഈ 17 ആളെ കൊലപാതകം നടത്തിയ, കൊല ചെയ്ത പോലീസുകാർ ഇപ്പോഴും മാന്യന്മാരായി കഴിയുകയാണ്. അവർക്ക് രാഷ്ട്രീയ പരിരക്ഷ നൽകുന്നത് ആരാണ്? കേരളത്തിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പാണ്. ആ പോലീസുകാർക്കെതിരെ ഈ നടന്ന സംഭവത്തിന് ഈ 113C അനുസരിച്ച് കേസെടുക്കേണ്ടതല്ലേ? IPCയിൽ അതിന് കറക്റ്റായ വകുപ്പില്ല. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന്റെ ഭാഗമായി മനുഷ്യത്വഹീനമായി ആക്രമോത്സുകമായി ഏതെങ്കിലും വ്യക്തിയെ ആക്രമിച്ചാൽ അത് കേസാണ്, അത് ഒഫൻസാണ്. അപ്പൊ അവരെ പേരെ പ്രോസിക്യൂട്ട് ചെയ്യുന്നില്ല. ഡിപ്പാർട്ട്മെന്റൽ എൻക്വയറി എന്ന് പറഞ്ഞ് ഒരു ഐവാഷ് നടത്തി അവരെ എല്ലാം കുറ്റമുക്തമാക്കി. ഒരാളെ കുറ്റമുക്തമാക്കി 3 പേർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈറ്റ് പണിഷ്മെന്റ് കൊടുത്തു. ഇതാണോ ചെയ്യേണ്ടത്? അപ്പൊ പോലീസുകാർക്കറിയാം ആരെ കൊന്നാലും, എത്ര മർദ്ദിച്ചാലും, ജനങ്ങളെ തല്ലിക്കൊന്നാലും വി ആർ ഓൾ പ്രൊട്ടക്റ്റഡ്. കാരണം എന്താണ്? പോലീസുകാരെ ഉപയോഗിക്കുന്നു പാർട്ടി പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവരുടെ എല്ലാ ഹീനമായ പ്രവൃത്തിക്ക്. അവർ നടത്തിയിരിക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കേസ് അട്ടിമറിക്കാൻ. നമുക്ക് ഓർമ്മയില്ലേ പേരിയ മർഡർ കേസ്?